Dear students, welcome. +1 Commerce with Computer Application വിദ്യാർത്ഥികൾക്കും +1 Computer Science വിദ്യാർത്ഥികൾക്കും കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും പഠിക്കേണ്ട ഒരു കോമൺ ടോപ്പിക് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ബൈനറി ടു ഒക്ടൽ കൺവേർഷനും ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താണെന്ന് പഠിച്ചു. നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സബ് ടോപ്പിക് ആണ് ഒരു ബൈനറി നമ്പറിനെ ഒക്ടലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡും ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്. ഈ രണ്ട് മെത്തേഡും ഏകദേശം ഒരേ പ്രൊസീജിയർ തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചു. എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ് ഈസ് കോൾഡ് നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ നമ്പർ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്തു. നമുക്ക് ആദ്യം ബൈനറി നമ്പറിനെ ഒക്ടലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും നോക്കാം. ടു കൺവേർട്ട് എ ബൈനറി നമ്പർ ടു ഒക്ടൽ പെർഫോം ദ ഫോളോയിങ് സ്റ്റെപ്പ്. ഈ പറയുന്ന രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് ഒരു ബൈനറി നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നേക്കുന്ന ബൈനറി നമ്പറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ബിറ്റ് വീതം ഉൾപ്പെടുന്ന ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓരോ ഗ്രൂപ്പിന്റെയും ഈക്വലന്റ് ഡെസിമൽ രൂപം എഴുതുന്നു. ഈ ഗ്രൂപ്പായിട്ട് തിരിക്കുന്ന അവസരത്തിൽ 3 ബിറ്റ് തികയ്ക്കാൻ വേണ്ടി ഇടതുവശത്ത് സീറോസ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇടതുവശത്ത് പൂജ്യങ്ങൾ ആഡ് ചെയ്ത് വേണമെങ്കിൽ ചില അവസരത്തിൽ നമുക്ക് ഈ 3 ബിറ്റ് ഗ്രൂപ്പിംഗ് ചിലപ്പോൾ അനിവാര്യമായിട്ട് വരുന്നു. അതായത് ചിലപ്പോൾ 2 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇടതുവശത്ത് 0 ആഡ് ചെയ്ത് അത് 3 ബിറ്റ് ആക്കി ഓരോ ഗ്രൂപ്പിന്റെയും ഈക്വലന്റ് ഡെസിമൽ രൂപം എഴുതിയാണ് ഒരു ബൈനറി നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ് ബൈനറി നമ്പറിന്റെ ബേസ് 2. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. 0 തൊട്ട് 7 വരെയുള്ള ഡിജിറ്റുകളാണ് ഒക്ടൽ നമ്പറിനകത്ത് യൂസ് ചെയ്യുന്നത്, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. To convert a binary number to octal, first step is to divide the binary number from right to left into groups of 3 bits. In second step, write the equivalent decimal of each group. ഓരോ ഗ്രൂപ്പിന്റെയും ഈക്വലന്റ് ഡെസിമൽ ഫോം എഴുതും. നമ്മുടെ ഇവിടുത്തെ 2 എക്സാമ്പിളിനകത്ത് നമുക്ക് നോക്കിയറിയാം, ആ 2 ബൈനറി നമ്പറിന്റെ കൂടെയും നമ്മൾ ഇടതുവശത്ത് 0 ആഡ് ചെയ്യുന്നു. കാരണം രണ്ടിനകത്ത് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ 1 or 2 ബിറ്റുകളുടെ കുറവ് വരുന്നു. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എക്സാമ്പിൾ ഇതാണ്. 1011110 ടു ദ ബേസ് 2 എന്ന ബൈനറി നമ്പറിനെ നമ്മൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ബിറ്റ് ഉൾപ്പെടുന്ന ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഓരോ ഗ്രൂപ്പിന്റെയും ഈക്വലന്റ് ഡെസിമൽ എഴുതും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 011, രണ്ടാമത്തെ ഗ്രൂപ്പാണ് 101. അങ്ങനെ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ ഡെസിമൽ ഈക്വലന്റ് എഴുതിയാൽ നമുക്ക് 56 ടു ദ ബേസ് 8 എന്ന ഉത്തരം ലഭിക്കും. ഇനി നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡെസിമലിന്റെ ബൈനറി രൂപം എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം. 0 തൊട്ട് 7 വരെയുള്ള ഡെസിമൽ സംഖ്യയുടെ ബൈനറി കണ്ടെത്തണമെങ്കിൽ നമ്മൾ 421 എന്ന സംഖ്യയെ റഫറൻസ് ആയിട്ട് സ്വീകരിക്കുന്നു. ആ 421 സംഖ്യയിൽ ഉപയോഗിച്ച ഡിജിറ്റുകളെ 1 എന്നും ഉപയോഗിക്കാത്ത ഡിജിറ്റുകളെ 0 എന്നും എഴുതി ചെയ്യുന്നു. ഇനിയും ഉദാഹരണം പറഞ്ഞാൽ 4 എന്ന സംഖ്യയുടെ ബൈനറി എഴുതിയാൽ 100 എന്ന് എഴുതുന്നു. കാരണം 421 4 എഴുതാൻ 4 മാത്രം ഉപയോഗിച്ചു. അപ്പൊ 4ന്റെ താഴെ 1 എഴുതുക, 2ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു, 1ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു. ഇനി 5 എന്ന ഡെസിമലിന്റെ ബൈനറി എങ്ങനെ പെട്ടെന്ന് എഴുതാൻ നോക്കിയാൽ 101 എഴുതും. കാരണം 4 + 1 ആണ് 5. അപ്പൊ 4ന്റെ താഴത്ത് 1 എഴുതുന്നു, 2ന്റെ സ്ഥാനത്ത് 0 എഴുതുന്നു, 1ന്റെ സ്ഥാനത്ത് 1 എഴുതുന്നു. 7 എന്ന ഡെസിമൽ സംഖ്യയുടെ ബൈനറി എന്ന് പറയുന്നത് 111. കാരണം 4 + 2 + 1 ആണ് 7. അങ്ങനെ 4 ഉപയോഗിച്ചു, 2 ഉപയോഗിച്ചു, 1 ഉപയോഗിച്ചു. ഉപയോഗിക്കുന്ന ഡിജിറ്റുകളെ 1 എന്നും ഉപയോഗിക്കാത്ത ഡിജിറ്റുകളെ 0 എന്നും എഴുതി നമുക്ക് ഡെസിമലിന്റെ ഈക്വലന്റ് ബൈനറി എഴുതാൻ കഴിയും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 1101010 ടു ദ ബേസ് 2 ടു ഒക്ടൽ. അതിൽ നമുക്ക് നോക്കിയാൽ ആ ബൈനറി എന്ന സംഖ്യയെ പൂർണ്ണമായിട്ടും നമുക്ക് 3 ഗ്രൂപ്പിലോട്ട് തിരിക്കാൻ കഴിയുന്നില്ല.
കാരണം ഇടതുവശത്ത് 2 പൂജ്യം ആഡ് ചെയ്താണ് നമ്മൾ ആ ബൈനറി നമ്പറിനെ 3 ഗ്രൂപ്പ് ആക്കി തിരിക്കുന്നത്. അതായത് 3 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് 010 ആണ്. റൈറ്റ് മുതൽ ലെഫ്റ്റ് വരെയുള്ള ബൈനറി സംഖ്യയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ല, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അങ്ങനെ ആദ്യ ഗ്രൂപ്പ് 010, രണ്ടാമത്തെ ഗ്രൂപ്പ് 101, മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഇടതുവശത്ത് 2 പൂജ്യം ആഡ് ചെയ്തു. കാരണം അവിടെ 1 മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഉത്തരം 152 ടു ദ ബേസ് 8 എന്ന് ലഭിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ 10110 എന്ന നമ്പറിന്റെ ഒക്ടൽ എഴുതുന്നു. അവിടെ നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ് 110 എന്ന് കിട്ടുന്നു. അടുത്ത ഗ്രൂപ്പിൽ ഒരു 10 മാത്രമേ ഉള്ളൂ. അതിനെ 3 ബിറ്റ് ആക്കാൻ വേണ്ടി ഇടതുവശത്ത് ഒരു 0 ആഡ് ചെയ്യുന്നു. നമുക്ക് ഉത്തരം 26 ടു ദ ബേസ് 8 എന്ന് കിട്ടുന്നു. നേരത്തെ ഒരു മെത്തേഡ് പറഞ്ഞു, ഡെസിമൽ സംഖ്യയുടെ 3 ബിറ്റ് ബൈനറി എഴുതണമെങ്കിൽ 421 എന്ന നമ്പറിനെ റെഫറൻസ് ആയിട്ട് സ്വീകരിക്കും. 010 എന്ന് പറയുന്നത് 2 ആണ്. കാരണം 421 എന്ന് എഴുതിയാൽ നമുക്കറിയാം 2 എന്ന സ്ഥാനത്ത് മാത്രം നമ്മൾ 1 എഴുതും. ഇനി 110 എന്ന് പറയുന്നത് 6 ആണ്. കാരണം 4 + 2 ആണ് 6. ഇപ്പോഴും 421 4 സ്ഥാനത്ത് 1 എഴുതുന്നു, 2 സ്ഥാനത്ത് 1 എഴുതുന്നു, 1 സ്ഥാനത്ത് 0 എന്ന് എഴുതുന്നു. ഇനി നമുക്ക് ബൈനറി എങ്ങനെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ടു കൺവേർട്ട് എ ബൈനറി നമ്പർ ടു ഹെക്സാഡെസിമൽ പെർഫോം ദ ഫോളോയിങ് സ്റ്റെപ്പ്. 2 ഘട്ടമായിട്ടാണ് വീണ്ടും ഒരു ബൈനറി സംഖ്യയെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യ സ്റ്റെപ്പിൽ തന്നേക്കുന്ന ബൈനറി നമ്പറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 3 ബിറ്റ് വീതമുള്ള ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിംഗ് തികയ്ക്കാൻ വേണ്ടി ചില അവസരത്തിൽ ഇടതുവശത്ത് 0s ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓരോ ഗ്രൂപ്പിനെയും ഈക്വലന്റ് ഡെസിമൽ എഴുതുന്നു. To convert a binary number to hexadecimal, the following steps are performed. In the first step, the given binary number is divided into groups of 3 bits from right to left. In second step, the decimal equivalent of each group is written. രണ്ടാം സ്റ്റെപ്പിൽ ഓരോ ഗ്രൂപ്പിനെയും ഡെസിമൽ ഈക്വലന്റ് എഴുതുന്നു. ആ ഡെസിമൽ ഈക്വലന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് 421 എന്ന സംഖ്യയെ നമ്മൾ റെഫറൻസ് ആയിട്ട് എഴുതുന്നത്. 421 എന്ന സംഖ്യ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന പരമാവധി ബീറ്റ് എന്ന് പറയുന്നത് 7 ആണ്. കാരണം 4 + 2 + 1 7 ആണ്. ഇനിയും 7 കൂടിയുള്ള സംഖ്യകൾ 15 വരെയുള്ള സംഖ്യകൾ എഴുതണമെങ്കിൽ 8421 എന്ന സംഖ്യയെ നമുക്ക് റെഫറൻസ് ആയിട്ട് സ്വീകരിക്കാം. അങ്ങനെ 8421 എന്ന സംഖ്യ ഉപയോഗിച്ച് നമുക്ക് 15 വരെയുള്ള ഡെസിമലിന്റെ ഇക്വലന്റ് ബൈനറി പെട്ടെന്ന് എഴുതാൻ കഴിയും. ഇതേ മെത്തേഡ് തന്നെയാണ്. ഉപയോഗിച്ച ഡീറ്റുകളെ 1 എന്നും ഉപയോഗിക്കാത്ത ഡീറ്റുകളെ 0 എന്നും എഴുതും. ഇനി നമുക്ക് ആ ഒരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 101 ടു ദ ബേസ് 2 ടു ഹെക്സാഡെസിമൽ. ആദ്യ സ്റ്റെപ്പിൽ തന്നേക്കുന്ന നമ്പറിനെ 4 ഗ്രൂപ്പായ ബിറ്റുകളായിട്ട് തിരിക്കും. 4 ബിറ്റ് വീതം ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ഒന്നാമത്തെ ഗ്രൂപ്പാണ് 1101, അടുത്ത ഗ്രൂപ്പാണ് 1011. നമ്മുടെ ഉത്തരം 1011 എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ പ്രകാരമാണെങ്കിൽ 11 ആണ്. 1101 നമ്മുടെ ടേബിൾ പ്രകാരം 13 ആണ്. 8421 എന്ന റെഫറൻസ് സംഖ്യ ഉപയോഗിച്ചാണ് പെട്ടെന്ന് കണ്ടെത്തുന്നത്. നമുക്കറിയാം ഹെക്സാഡെസിമലിനകത്ത് 11 എന്ന് പറയുന്നത് ബിയും 13 എന്ന് പറയുന്ന ഡി ആണ്. കാരണം നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ BD ടു ദ ബേസ് 16 ആണ്. കാരണം 10 മുതലുള്ള ഡെസിമൽ സംഖ്യയെ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് ഹെക്സാഡെസിമൽ നമ്പറിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് യൂസസ് ദ ലെറ്റേഴ്സ് ഫ്രം A to F. 10 എന്ന് പറയുന്ന എ ആണ്, 11 ബി, 12 സി, അങ്ങനെ 15 എന്ന് പറയുന്ന എഫ് ആണ്. അങ്ങനെ നമ്മുടെ ഉത്തരം BD ടു ദ ബേസ് 16 എന്ന് കിട്ടുന്നു. അങ്ങനെ ഒരു ബൈനറി നമ്പറിനെ ഒക്ടലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 ഗ്രൂപ്പായി തിരിക്കുന്നു. ഒരു ബൈനറി നമ്പറിനെ ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 4 ഗ്രൂപ്പാക്കി തിരിക്കുന്നു. കാരണം ഒരു ഒക്ടൽ സംഖ്യക്കകത്ത് 0 മുതൽ 7 വരെയാണ്. 7 എഴുതണമെങ്കിൽ 3 ബിറ്റ് മതി. 0 മുതൽ 15 ആണ് ഹെക്സാഡെസിമലിനകത്ത്.
15 എഴുതണമെങ്കിൽ 842 വേണം. അങ്ങനെ 4 ഗ്രൂപ്പായി ഹെക്സാഡെസിമലിൽ തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.